എന്തിനാ സിദ്ധു എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. സിദ്ധുവിന് എന്തെങ്കിലും ദോഷം ചെയ്തു ഞാൻ? എനിക്ക് പറയൂ. അതുമല്ല, എനിക്ക് ഇത്രയൊക്കെ അർഹതയുള്ളൂ എങ്കിൽ അതും പറയൂ. അധികം സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം ഞാൻ. എങ്കിലും ഈ സാമീപ്യം, അതിനുള്ള അവകാശം മാത്രം നിഷേധിക്കരുത് എനിക്ക്. മതി, ഈ ഒരു നിമിഷം ഇത് മാത്രം മതി എനിക്ക്. കണ്ണടയോളം നെഞ്ചിനുള്ളിൽ കാത്തുവെക്കാൻ. തുടങ്ങാറായിട്ടും ബർത്ത്ഡേക്കാരി ഇങ്ങനെ റൂമിൽ അടച്ചിരുന്നാലോ? താഴേക്ക് വാ, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, മാനസ ചെല്ല്, ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. സോറി, ഇപ്പൊ വരാം. ഹോസ്പിറ്റലിൽ നിന്നാ. അറ്റൻഡ് ചെയ്യ്, എന്തെങ്കിലും എമർജൻസി ആണെങ്കിലോ. ഹലോ ഗൗരി മാഡം, ഞാൻ ശാലിനി ഡോക്ടറാണ്. എന്താ ശാലിനി? സേതുപാർവതിക്ക് കാർഡിയക് അറസ്റ്റ്. ഇത്തിരി സീരിയസ് ആണ്. മൾട്ടിപ്പിൾ അറ്റാക്ക് ആണെന്ന് സംശയമുണ്ട്. ഡോക്ടർ നിശാന്ത് ഇല്ലേ അവിടെ? നിശാന്ത് ഉണ്ട് മാഡം, പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ കൈ നിൽക്കുമെന്ന് തോന്നുന്നില്ല. BP ഹൈ ആണ്. പിന്നെ സേതുപാർവതിയെ നോക്കിക്കൊണ്ടിരുന്നത് മാഡം ആണല്ലോ. ഓക്കെ, തിയേറ്റർ റെഡിയാക്കിക്കോളൂ. ഐ വിൽ ബി ദെയർ വിത്തിൻ 15 minutes. ബി കൂൾ ഗൗരി. ഒരു ജീവനാണോ അതോ ഒരു പാർട്ടിയാണോ പ്രധാനം? ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു ഇൻകൺവീനിയൻസ് ഉണ്ട്. എനിക്ക് അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ എത്തണം. എന്റെ ഒരു പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലാ. അതെന്ത് പണിയാ ഗൗരിജി? ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ഗൗരിജി ഇല്ലാന്ന് പറഞ്ഞോ? ബർത്ത്ഡേ ഒക്കെ ഇനിയും വരും മോളെ. ഇപ്പൊ ഒരാളുടെ ലൈഫ് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നേ. എങ്കിലും ഗൗരിജി. ഗൗരി പോട്ടെ മോളെ, ഇപ്പൊ അതല്ലേ പ്രധാനം. വൺസ് അഗൈൻ എവരിബഡി സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഓക്കെ, എൻജോയ് യുവർസെൽഫ്. ഞാൻ പോയിട്ട് വരാം. എന്തായാലും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടില്ലല്ലോ, മെർലിനെ. അവൾ എന്തോ പുകിലൊപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ഒരു സർപ്രൈസുമായിട്ടാ വരുന്നതെന്നാ പറഞ്ഞത്. പണി കൊടുക്കുന്ന കാര്യത്തിൽ നീയും മോശമൊന്നുമല്ലല്ലോ. ഡിയർ ഫ്രണ്ട്സ്, ഹെർ ഹെൻസ് മെർലിൻ ഇതാ ആഗതയായിരിക്കുന്നു. ഓ, ഇത്രയുള്ളൂ നിന്റെ സർപ്രൈസ്? അതൊന്നും അല്ലടി, ശരിക്കുള്ള സർപ്രൈസ് ഇതാ വരാൻ പോകുന്നതേ ഉള്ളൂ. എന്ത്? ഓപ്പൺ സെസ്മി. ഇതെന്താടി അറബിക്കഥയോ? കൈ തട്ടുമ്പോ വാതിൽ തുറക്കാൻ? അതേടി, അറബിക്കഥ തന്നെയാ. എന്റെ ഹൃദയത്തിന്റെ വാതിൽ ഇടിച്ചു തുറന്ന രാജകുമാരൻ.
അതാ കടന്നു വരുന്നു. ലവർ എന്നോ ബെസ്റ്റ് ഫ്രണ്ട് എന്നോ വുഡ് ബി എന്നോ ലൈഫ് പാർട്ട്ണർ എന്നോ എന്ത് വിശേഷണം വേണോ കൊടുക്കാം. തൽക്കാലം എന്റെ ഹൃദയത്തില് കസേരയിട്ടിരിക്കുന്ന ഒരാളെന്ന് മാത്രം പറയാം. നീ അവരെ കത്തിവെച്ച് കൊല്ലല്ലേ? പരിചയപ്പെടുത്തൽ ഞാൻ സ്വയം ചെയ്തോളാം. ഇതാ ഇവന്റെ ഒരു കുഴപ്പം. പെണ്ണുങ്ങളെ കണ്ട അക്കൂട്ടത്തിലങ്ങ് ഇടിച്ച് കേറിക്കോളും. പിന്നെ നമ്മൾ ഔട്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാനായിട്ട് നല്ലൊരു വിശേഷണം അവന് കൊടുത്തു. അപ്പോഴേക്കും അവൻ ഡയലോഗ് അടി തുടങ്ങി. മെയ്ഡ് ഫോർ ഈച്ച് അതർ. എടി, അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയല്ലേ ചക്കയ്ക്കൊത്ത ചങ്കരൻ എന്ന് പറയും. മനസ്സാ വേണ്ട. കൂൾ ഹരിയേട്ടാ, ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാ. എനിവേ, മിഥുൻ എന്ത് ചെയ്യുന്നു? ടെക്നോ പാർക്കിൽ. ഓ നൈസ്. സിദ്ധാർത്ഥൻ അല്ലേ? അതെ. മെല്ലും പറഞ്ഞ ഒരുപാട് അറിയാം. രാജകുമാരിയുടെ അന്തപ്പെടുത്തി തടവിൽ കഴിഞ്ഞ ഗന്ധർവനല്ലേ? ഹലോ മിഥുൻ, ബർത്ത്ഡേ അയാളുടെ അല്ല ഇയാളുടെയാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മാനസ. കൈവിട് 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 കൈവിട്. ഇവളെ എനിക്ക് അത്ര വിശ്വാസമില്ല കേട്ടോ. ഞാൻ ആരുടെയും പയ്യനെ തട്ടി എടുത്തിട്ടൊന്നുമില്ല. മൈനക്കുട്ടി എവിടെ പറന്നുപോയെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. നീ ഇങ്ങനെ ഒതുങ്ങി നിന്നാൽ എങ്ങനെ ശരിയാവും മൈന? ഇവൾക്കൊരു ഉഷാറില്ല മനസ്സ. നമ്മളൊന്ന് റീലോഡ് ചെയ്യണം മനസ്സ. ഒരു പാട്ട് പാടിച്ചാലോ? ആ, പാട്ടാണെങ്കിൽ സിദ്ധാർത്ഥ ബെസ്റ്റ്. എന്റെ തൊണ്ട ശരിയല്ല മനസ്സാ. ഇതാ ഈ പാട്ട് പാടാൻ അറിയാന്നുള്ളവരുടെ ജാട. എപ്പ പാടാൻ പറഞ്ഞാലും തൊണ്ട ശരിയല്ല എന്ന് പറയും. എങ്കിൽ മൈന വയലിൻ വായിക്കട്ടെ. ബെസ്റ്റ് ഐഡിയ. അതാവുമ്പോ തൊണ്ടയുടെ പ്രശ്നം വരില്ലല്ലോ. മൈന, നീ പോയി പെട്ടെന്ന് വയലിൻ എടുത്തിട്ട് വാ. റെഡ് വൈൻ ഉണ്ടോടി? റെഡ് വൈൻ കേക്കിന്റെ കൂടെ അതാ ബെസ്റ്റ് കോമ്പിനേഷൻ. മൈനൊന്നും ഇവിടെ ഇല്ല. ഓ, അവള് കേട്ടിട്ടില്ലാത്ത പോലെ. എന്റെ ഇമേജ് കളയിലടി നീ. നമ്മുടെ മൈനക്കുട്ടി എത്തി. ഇനി കാബേജിലോ കാബേജിലോ നല്ലൊരു പാട്ടങ്ങിട്. ഹലോ മൈന, നീ വയലിൻ വായിച്ച് ഞങ്ങളെ കരയിപ്പിക്കല്ലേ?
നീ നീ കേറ്. കേറ്. ആ. എഴുന്നേറ്റുള്ളൂ. ഇരിക്കൂ. എപ്പോഴും ഉണ്ടോ ഇങ്ങനെ ക്ഷീണം തളർച്ചയൊക്കെ? ഇല്ല, ഈ ഇടയ്ക്കാ തുടങ്ങിയത്. ഉദ്ദേശം 2 ആഴ്ച. വൊമിറ്റിംഗ് ടെൻഡൻസിയോ? അതും ഈയിടെയാ തുടങ്ങിയത്. എപ്പോഴും ഉണ്ടോ? ഭക്ഷണത്തിന്റെ സ്മെല്ല് വരുമ്പോ മനം പുരട്ടാൻ തുടങ്ങും. റെസ്റ്റ് എടുക്കണം കേട്ടോ. എനിക്കെങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാനല്ല, ഡോക്ടർ പറഞ്ഞത്. സിദ്ധാർത്ഥ, ഇതിവള് മനഃപൂർവ്വം ചെയ്തതാണോന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. നമ്മുടെ ഹണിമൂൺ കൊളവാക്കാൻ അസൂയ ഉണ്ടാവുമല്ലേ? കണ്ടോ സിദ്ധാർത്ഥ, എന്റെ ഒരു തമാശ വേസ്റ്റായി. ഈ ഇടയാ ഇതാ ഇതിന്റെ അവസ്ഥ. എന്തെങ്കിലും തമാശ പറഞ്ഞാലും ഇവള് ചിരിക്കില്ല. ചിരിച്ചാ പിന്നെ കരയേണ്ടി വരും മനസ്സാ. അതുകൊണ്ടായിരിക്കും. അതെന്താ പുതിയ വേദാന്തം? ജീവിതത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോഴാ ചിരിയും കരച്ചിലൊക്കെ വരുന്നത്. ഹൃദയം മാറ്റിവെച്ച് നമ്മൾ ഓരോന്നും നോക്കിക്കണ്ട, പിന്നെ ചിരിയും കരച്ചിലൊന്നും ഉണ്ടാവില്ല. ഒരുതരം നിർവികാരത മാത്രമേ ഉണ്ടാവൂ. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഉള്ള സത്യം പറഞ്ഞേക്കാം. ഡോക്ടർ വരുന്നുണ്ട്. ഇവിടെ എല്ലാരും കൂടി ഇങ്ങനെ കൂടിയെന്നാ എനിക്ക് വഴക്ക് വെക്കേണ്ടി വരും. എന്തായാലും ഞങ്ങളെ കാരണം സിസ്റ്റർ ചെയ്തേക്കണ്ട, ഞങ്ങൾ ഒഴിഞ്ഞു തന്നേക്കാം. ഡോക്ടർ, അനസ്തേഷ്യ കൊടുക്കാൻ സേതു പാർവതി സമ്മതിക്കുന്നില്ല. എന്താ പ്രശ്നം? ഡോക്ടറെ കണ്ടിട്ട് മാത്രം അനസ്തേഷ്യ സ്വീകരിക്കുന്നു. എന്താ സേതു പാർവതി ഇത്? എനിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണം. സംസാരമൊക്കെ പിന്നീട്, ആദ്യം ഓപ്പറേഷൻ നടക്കട്ടെ. അതിനുശേഷം സംസാരിക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ഞാൻ കളിക്കുട്ടിയല്ല ഡോക്ടർ. സമയം വൈകുന്നു. എനിക്ക് സംസാരിച്ചേ തീരും. സിസ്റ്റർ ഒന്ന് പുറത്തേക്കൂ. ഈ ഓപ്പറേഷന്റെ ആവശ്യമില്ല ഡോക്ടർ. ഞാനിത് അതിജീവിക്കില്ല. അത് സേതുപാർവതിയാണോ തീരുമാനിക്കുന്നത്? അത് ഡോക്ടറും അല്ലല്ലോ തീരുമാനിക്കുന്നത്. സേതു, 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 ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, എനിക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എന്റെ സുധിയേട്ടന്റെ അടുത്തേക്ക് പോവാൻ ഞാൻ. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോന്ന് എനിക്കറിയില്ല ഡോക്ടർ. ഉണ്ടെങ്കിൽ എന്റെ സുധിയേട്ടനെ വേണം എനിക്ക്. അവിടെ വെച്ചെന്നെ എന്നെ ചതിക്കില്ലായിരിക്കും. അതെ ഡോക്ടർ. സേതു, 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 പുരുഷൻ ചതിക്കും ഡോക്ടർ. അവന്റെ ചതിയുടെ ആകത്തുക കൂട്ടിയെടുത്താൽ പെണ്ണിന്റെ ജീവിതമാകും. സേതു എന്തൊക്കെ ഈ പറയുന്നേ? ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ പെണ്ണിന്റെയും ശാപമാണ് ഡോക്ടർ ഇത്. എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് പിന്തുടരാനുള്ള ശാപം. നിങ്ങളുടെ തൊട്ടു പിന്നിൽ ഒരു നിഴൽ പോലെ ഞാനത് കാണുന്നു. ഇനി ഏത് ഓപ്പറേഷനും ഞാൻ റെഡിയാണ് ഡോക്ടർ. ബൈ ഡോക്ടർ. ഇനിയൊരു കാഴ്ച ഉണ്ടാവില്ല.
ഡോക്ടർ, തിയേറ്റർ റെഡിയാണോ? അത് കഴിഞ്ഞു മാഡം. എന്ത്? അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് ആള് പോയി. ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ പെണ്ണിന്റെയും ശാപമാണ് ഡോക്ടർ അത്. എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് പിന്തുടരുന്ന ശാപം. നിങ്ങളുടെ തൊട്ടു പിന്നിൽ ഒരു നിഴൽ പോലെ ഞാനത് കാണുന്നു. മൈന ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞില്ല. കുറച്ച് എമർജൻസി കേസുകൾ ഉണ്ടായിരുന്നുകൊണ്ട് മൊബൈൽ ഓഫാക്കി വെച്ചു. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. ആളൽപ്പം അനീമിക്കാണ്. അല്ലാതെ പ്രത്യക്ഷത്തിൽ വേറെ കുഴപ്പമൊന്നും കാണാനില്ല. ശാലിനിയാണോ അറ്റൻഡ് ചെയ്യുന്നത്? യെസ് ഡോക്ടർ. അനീമിക്കാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? ഫർദർ ചില ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട് മാഡം. നാളെ രാവിലെ വിട്ടാൽ പോരെ? ഇറ്റ്സ് ഓക്കെ. മാനസ, ഞാൻ വല്ലാതെ ടയർഡാ. വീട്ടിൽ പോയിക്കോട്ടെ ഞാൻ? പൊയ്ക്കുള്ളൂ ചേച്ചി, ഞാനില്ലേ ഇവിടെ. ഹരിയേട്ടൻ പുറത്തുണ്ട്. ടേക്ക് കെയർ മൈന. ശരി. എന്തുപറ്റി മുത്തശ്ശ? മൈന തലചുറ്റി വീണെന്ന്. ഇപ്പോ? ഇന്നലെ രാത്രി ഹരിയുടെ വീട്ടിൽ എന്തോ പാർട്ടി നടക്കുകയായിരുന്നു. അതിനിടയ്ക്കാ തലചുറ്റി വീണത്. എന്നിട്ട് ഇപ്പോ ഹോസ്പിറ്റലിലാണത്രേ. അങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നം? അതൊന്നും അറിയില്ല. അതറിഞ്ഞപ്പോ മുതല് നെഞ്ചിനുള്ളിലൊരാശങ്കയാ. എന്തിനാ മുത്തശ്ശ? ഒരു കണക്കിന് ആലോചിച്ച നമ്മുടെ അർജുനന്റെ ജീവിതം കുളം തോണ്ടിയത് അവൾ ഒറ്റ ഒരുത്തിയാ. അർജുനന്റെ മാത്രമല്ല, നമ്മുടെയും. ഈ ലോകം മുഴുവൻ കൊടുക്കാന്ന് പറഞ്ഞാലും മൈനയെ വിട്ടുകളയില്ല എന്ന് പറയുന്ന അർജുനെയാ അവൾ ഒറ്റ വാക്കുകൊണ്ട് തള്ളിക്കളഞ്ഞത്. ആ ഒറ്റ വാശിയാ ഇപ്പൊ അവനെ തടവറയിൽ എത്തിച്ചത്. ഒക്കെ ശരിയാ മോളെ. പക്ഷേ ഇപ്പോ അർജുനന്റെ ലോകം കറങ്ങുന്നത് മൈനയെ ചുറ്റിയ. അതില്ലാതെ വന്നാൽ അവനില്ലാതാവും. അത് താങ്ങാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ടല്ലേ മുത്തശ്ശ നമ്മളിതൊക്കെ ചെയ്യുന്നത്? അത് മാത്രമല്ല മോളെ, ജയിലിൽ ചെന്ന് കണ്ടപ്പോ അവൻ ഒരാളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ആ ആളെ അവൻ പുറത്തു വരുന്നവരെ കാത്തുകൊള്ളാമെന്ന് വാക്കം കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അവനിങ്ങ് വരുമ്പോ പറയാൻ മറുപടി ഇല്ലാതാവും. അപ്പോ നേരിട്ട് തന്നെ പോയി അന്വേഷിക്കണം. അതിന് നീ തന്നെ പോണം മോളെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അവിടെ പോയാൽ ശരിയാവില്ല. ഹരിയോ ഗൗരിയോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ സംസാരിച്ച് മുഷിഞ്ഞെന്നിരിക്കും. ചെല്ലുമ്പോ ചിലപ്പോ നിലവിട്ട് പെരുമാറിയെന്നിരിക്കും. പ്രതികരിക്കാൻ നിൽക്കണ്ട. പ്രവൃത്തിയാവും പ്രസംഗത്തെക്കാൾ ഉചിതം. മനസ്സിലായോ? Please be seated. താങ്ക് യു. ഡോക്ടർ, ഞാൻ എന്റെ മൈനക്കുട്ടിയെ കൊണ്ടുപോകാമെന്നാ. കൊണ്ടുപോകാലോ അല്ലേ? ഓ ഷുവർ. ഓക്കെ. ഹരി സാർ, 1 minute പ്ലീസ്. എന്താ ഡോക്ടർ? ഹരി സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ ഡോക്ടർ. ഇക്കാര്യം ഹരി സാറിനോടോ ഗൗരി മാഡത്തിനോടോ ആരോടാണ് ആദ്യം പറയേണ്ടതെന്ന് പലവട്ടം ആലോചിച്ചു. പിന്നെ
പിന്നീട് ഒരു തീരുമാനത്തിലെത്തിയത് ഹരിസാറിനോട് തന്നെ പറയാമെന്നായിരുന്നു. കാരണം പേഷ്യന്റിനെ കൊണ്ടുവന്ന സാറാണ്. ഒരു കൊളീഗാണെന്ന ഒറ്റ കാരണത്താൽ ഇക്കാര്യം ഗൗരി മാഡത്തോട് മാത്രം ഷെയർ ചെയ്യുന്നതിൽ ഒരു എത്തിക്കൽ പ്രോബ്ലം ഉണ്ട്. ഹരിസാറിന്റെ കുടുംബത്തെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇക്കാര്യം ഷെയർ ചെയ്യുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഇതെന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് കണക്കാക്കാവുന്നതേ ഉള്ളൂ. മൈനയുടെ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ചെക്കിങ്ങും റീചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ബി കൂൾ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്നിങ്ങനെയൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ്. അയാളുടെ ജീവിതത്തിലുണ്ടായ സംഭവം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ അതിന്റെ തീവ്രതയും ആഴവും ഒക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു ഉപദേശത്തിന് മുതിരുന്നില്ല. പക്ഷേ ഒന്ന് മാത്രം പറയാം, കൺട്രോൾ യുവർ സെൽഫ് as far as possible. Maina is pregnant.